പത്തനംതിട്ട കോന്നിയിൽ മൂന്നാം ഘട്ട പര്യടനത്തിലാണ് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. കോന്നി നിയോജക മണ്ഡലത്തിലും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇത് കോന്നി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. കൊച്ചാലക്കോട് വലിയ ആവേശത്തിലാണ് ഈ സ്വീകരണം കൊണ്ടെത്തിയിരിക്കുന്ന ഓരോ ആളുകളും. സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോടെ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നു. അങ്ങനെ പറയുന്നത് സമസ്ത മേഖലയിലെ കുടുംബശ്രീ തൊഴിലുറപ്പ് എല്ലാ സംഘങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായാലും എല്ലാ സമസ്ത മേഖലയിൽ എല്ലാ പുരോഗതിയും വരുത്തിയിട്ടുള്ളതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അതിനാൽ ഈ പത്തനംതിട്ട വൻപിച്ച ഭൂരിപക്ഷം തോമസ് ഐസകിന് ലഭിക്കും. സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ച തൊഴിലിനെ കുറിച്ച് പറയുന്നത് അതിനോട് യോജിക്കുന്നു ഞാൻ. അതിനോട് ആ ആശയം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നടപ്പിലാക്കണമെന്ന് വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് അത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. നമുക്കിനി സ്വീകരണത്തിലേക്ക് കടക്കാം. നൂറുകണക്കിന് ജനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കുവാൻ കാത്തു നിൽക്കുന്നത്. അവരിൽ പ്രായമേറെ ചെന്ന അമ്മമാരുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായിട്ടുള്ള നമ്മുടെ സഹോദരിമാരും. ഈ സ്നേഹം ഡോക്ടർ തോമസ് ഐസക്കിന് മാത്രം സ്വന്തമാണ്. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നൂതനമായ പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒറ്റക്കല്ല, നമ്മുടെ MLA ജനീഷ് കൂടിയുണ്ട്, അതുപോലെ മറ്റ് MLA മാരുണ്ട്. ആ 7 MLA-മാരും ഞാനും ഒരു ടീമായിട്ട് പ്രവർത്തിക്കും. ഞാനതിനെ വിളിക്കുന്നത് ടീം പത്തനംതിട്ട എന്നാണ്. ടീം പത്തനംതിട്ട. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ 15 വർഷക്കാലം നടക്കാതിരുന്നൊരു കാര്യം നടത്താൻ പോവുകയാണ്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ വികസിപ്പിക്കുന്നതിനുള്ള വമ്പം പരിപാടി നടപ്പാക്കാൻ പോവുകയാണ്. കോന്നി നിയോജകമണ്ഡലത്തിലാകെ തോമസ് ഐസക്കിന് വലിയ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോന്നിയിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബയോടൊപ്പം സുജു ടി. ബാബു.